നമസ്കാരം. കാഞ്ഞിരപ്പള്ളി ഇസബെല്ല ഫാഷൻ സ്റ്റോറിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. എന്നോട് വിശേഷം മഴയൊക്കെ ഉണ്ടോ? സുഖമാണോ? ഞാൻ ഇന്ന് കുറച്ച് സാരി കുർത്തിയും കാണിക്കാം. വളരെ കുറച്ച് സാരി കുർത്തി കടയിൽ ഷോപ്പിൽ വന്നു കഴിയുമ്പോൾ ഏതാണ്ട് എന്നാ പറഞ്ഞേ, മലപ്പുറം കത്തി മെഷീൻ കണ്ണ് ഇപ്പം എന്നെ പണ്ടാരണ്ട് പറഞ്ഞില്ല, അപ്പം അവനായി ശവമായി എന്ന് പറഞ്ഞ പോലത്തെ ഈ അവസ്ഥ. എന്തുവാണോ എന്തോ ഇതൊക്കെ ശരിയായി വരുന്നത് എന്താണോ? ഇപ്പോഴും പഴയ പോലെ പിശുക്കി തന്നെയാണ് കാണിക്കുന്നത്. എന്നാന്നറിയോ, എനിക്ക് ഒട്ടും സമയമില്ലെന്നേ, അതുകൊണ്ടാണ്. എന്തോ പരിപാടി എന്ന് ചോദിച്ചാൽ അതറിയത്തില്ല. ഇത് ആദ്യത്തെ സാരി കണ്ട നല്ല സോഫ്റ്റ് കോട്ടൺ, ഒരു ഖാദി പ്രിന്റ് പോലത്തെ ഫീല് തോന്നിക്കുന്ന സോഫ്റ്റ് കോട്ടൻ്റെ നല്ല അടിപൊളിയായിട്ടുള്ള സാരി. ഏത് പ്രായത്തിലുള്ളവർക്കും, ഏത് കളർ ടോണിലുള്ളവർക്കും, ഏത് ലൈറ്റ് ഇടുന്ന ഇഷ്ടമുള്ളവർക്കും ഡാർക്ക് ഇഷ്ടമുള്ളവർക്കും എല്ലാം ഇഷ്ടം. ഇത് ലൈറ്റാണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ലൈറ്റാന്ന് ഞാൻ പറയത്തില്ല, പക്ഷെ ഡാർക്കാണോ എന്ന് ചോദിച്ചാൽ ഇത് ഡാർക്കും അല്ല. അടിപൊളി സാരിയാണ്. നല്ല സോഫ്റ്റ് കോട്ടൺ ആണ്. നമ്മുടെ മൽമലില്ലേ അതുപോലെ വരുവേ. മുന്താണി വന്നിട്ട് ഇങ്ങനെ കണ്ടോ, നരസ് വന്ന് നോക്കും. മുന്താണി ഇങ്ങനെ ബോഡി ഇങ്ങനെ, ഇതിൻ്റെ സ്റ്റഫ് കണ്ടോ, നല്ല ആ ഒരു ഖാദി പ്രിന്റിന് വരുന്ന ഒരു സ്റ്റഫില്ലേ, ആ ഒരു സ്റ്റഫാണ്. നല്ല സാരിയാണ്. ഈ ബ്ലൗസ് വന്നിട്ട് ഇതാണ് ബ്ലൗസ്. ഇനി ഈ ബ്ലൗസ് ഇടണ്ട എങ്കിൽ ഈ ബ്ലൗസ് ഇടുന്നതാണ് അതിൻ്റെ ഏറ്റവും ഭംഗി, അതിൻ്റെ ഏറ്റവും ഒരു ക്ലാസ് ടച്ച് തരുന്നത് ആ ഒരു ബ്ലൗസാണ്. ഇനി അത് ഇഷ്ടമില്ലെങ്കിൽ ഒരു ബ്ലാക്ക് ബ്ലൗസ് ഇടുക. ബ്ലാക്ക് ബ്ലൗസ് ഇട്ട് കുളവാക്കണമെന്ന് എനിക്കറിയത്തില്ല. ഞാൻ ബ്ലാക്ക് ബ്ലൗസ് വിരോധിയാണ്, അതുകൊണ്ടാണ് ഞാൻ അങ്ങനെ പറയുന്നത് കേട്ടോ. ഓരോരുത്തർക്ക് ഇഷ്ടമുള്ള പോലെ ചെയ്യാം. ഇതാണ് ഇതിൻ്റെ മുന്താണി. ഇത് തന്നെയാണ് കളറെല്ലാം. ഈ ഒരു ഡിസൈൻസിനുള്ള വ്യത്യാസമാണ് ഇനിയുള്ള സാരികൾക്ക്. കളറ് ബാക്കി കാര്യങ്ങളെല്ലാം സെയിം ആണ്. ഈ ബ്ലാക്ക്, ഈ മെറൂണ്, പിന്നെ ഇതിലിടയിൽ കൂടെ പോയിരിക്കുന്ന ഒരു ചന്ദന കളർ, അതെല്ലാം സെയിം ആണ്. ഇതിന് ബോർഡറും ഉണ്ട്, ഇങ്ങനെ ഒരു ബോർഡറുണ്ട്. ചിലതിന് ബോർഡറില്ല, ചിലതിന് കളർ. ഈ ഡിസൈൻ ചെയ്തിരിക്കുന്നത് ഇതിപ്പോൾ ഇങ്ങനെ ഒരു സ്ക്വയർ ഷേപ്പിലല്ലേ ചെയ്തിരിക്കുന്നത്. അടുത്തത് അങ്ങനെ ആയിരിക്കത്തില്ല, അങ്ങനെ ഒരു വ്യത്യാസമുള്ളൂ. അടുത്ത സാരി എന്ന് പറയുന്നത് ഇങ്ങനെ ഇരിക്കുവേ. മുന്താണി കാണിക്കാതെ പറ്റത്തില്ല, കാരണം മുന്താണിയാണ് അതിൻ്റെ ഏറ്റവും വലിയ ഹൈലൈറ്റ്. മുന്താണി ആൻഡ് ബ്ലൗസ്. അന്നപ്പം ചോദിക്കും സാരി ഹൈലൈറ്റ് അല്ലേ എന്ന് ചോദിക്കരുത്, സാരി അതിലും വലിയ ഹൈലൈറ്റാണ്. ഇപ്പം എനിക്ക് മാറിപ്പോകുന്നുണ്ടോ, ഇത് മുന്താണി ഏതാ ബ്ലൗസ് ഏതാ? ഇത് മുന്താണിയല്ലേ? ബ്ലൗസ് സൂപ്പർ ആട്ടോ, എനിക്ക് ഏറ്റവും ഇഷ്ടം ബ്ലൗസ്. കണ്ടോ, അടുത്ത ഡിസൈൻ ഇങ്ങനെ ഒരു ലൈൻസ് പോവും. നമുക്ക് ഡെയിലി വെയർ ആയിട്ട് ഓഫീസിലൊക്കെ കൊടുക്കാൻ നല്ലതാണ്. പിന്നെ ചർച്ചിൽ അങ്ങനെയൊക്കെ ഉള്ളിടത്ത് അമ്പലത്തിലൊക്കെ പോകുമ്പോഴൊക്കെ നല്ല. ഇത് മുന്താണി ഇങ്ങനെ വരും, കണ്ടോ, ഇങ്ങനെ വരും. ബ്ലൗസ് കാണിക്കാതെ ഇത് വരും ബ്ലൗസ്. കണ്ടോ, ഈ ഒരു സിക്സാഗ് പ്രിന്റ് വരുന്ന ബ്ലൗസ്. ഇമാജിൻ ചെയ്ത് നോക്കാൻ എനിക്ക് പറയാൻ പറ്റുന്നില്ല, കാരണം എന്താണെന്ന് ചോദിച്ചാൽ ബ്ലൗസ് ഒരിടത്തും മുന്താണി ഒരിടത്തും അത് എങ്ങനെ ഒന്നിച്ച് കാണിക്കാൻ പറ്റുന്നില്ല. നല്ല ക്ലാസ് ആയിട്ടുള്ള സ്റ്റാൻഡേർഡ് ആയിട്ടുള്ള സാരി കേട്ടോ. അതുമല്ല, ഏറ്റവും നല്ല അതിൻ്റെ ഒരു ബെനിഫിറ്റ് എന്ന് പറയുന്നത് അതിൻ്റെ ഒരു സുഖം, കംഫർട്ടാണ്. ഭയങ്കരമായിട്ടുള്ള കംഫർട്ടാണ്. ഇത് വരും ബോഡി. മുന്താണി വന്നിട്ട് ഇങ്ങനെ. ബ്ലൗസ് വരുമ്പോൾ ഇങ്ങനെ വരും, കണ്ടോ. ഇത് ഒരു സൈസ് നമ്മുടെ കലങ്കാരിയുടെ ഒക്കെ ഒരു പ്രിന്റ് ആയിട്ട് ഒരു സാമ്യതയുണ്ട്. ഇങ്ങനൊരു ബ്ലൗസ്. ഇതിപ്പോൾ ഇതിന് വന്നിട്ട് ബോർഡറായിട്ട് ഇങ്ങനെ കറുത്ത ഈ ഒരു വീതിയിലൊരു ബോർഡറേ വന്നിട്ടുള്ളൂ. മറ്റേതിന് ഒരു ഡിസൈൻ വന്നിട്ടുണ്ടായിരുന്നു. ഇതിനും ദേ ഒരു ഡിസൈൻ വരുന്നുണ്ട്, കണ്ടോ. ഇത് മുന്താണി. ബോഡി ഇങ്ങനെ വരും. നല്ലല്ലേ? മുത്തുമാലയോ പേളുമാലയോ ഒക്കെ കറുത്ത മാലയോ ബാഗ് മെറ്റലോ ഒക്കെ ഇടാം. ഇതാണ് മുന്താണിയെ. അടിപൊളിയാണെന്ന് പറ. ഇത് ബ്ലൗസ്. തിരിച്ചാണോ കാണിക്കുന്നേന്ന് എനിക്ക് ചെറിയ ഡൗട്ടുണ്ട്. ബ്ലൗസ് ഇത് മുന്താണിയാ അല്ലേ? എന്താണേലും ഇത് മുന്താണി, ഇത് ബ്ലൗസ്. അതിൻ്റെത് എനിക്കൊരു ചെറിയ ഡൗട്ടുണ്ട്. എന്താണേലും മുന്താണിയും ബ്ലൗസും അടിപൊളിയാ, അതിനകത്ത് ഒരു സംശയമില്ല, ഞാൻ ഗ്യാരണ്ടി ആയിട്ട് പറയാം. ഇനി ഇച്ചിരി ലൈറ്റ് ഷെയ്ഡ്
എപ്പോഴും ഡാർക്ക് ഷെയ്ഡ് കുറച്ച് ദിവസങ്ങളായിട്ട് കാണിക്കാം. ഇനി ലൈറ്റ് ഷെയ്ഡ് കാണിക്കാം. ലൈറ്റ് ഷെയ്ഡ് വേണ്ടവർക്ക് കലങ്കാരിയുടെ മെറ്റീരിയലിൽ, സോറി ചന്തേരിയുടെ മെറ്റീരിയലിൽ കലങ്കാരിയുടെ പ്രിന്റ് വരുന്ന നല്ല സാരി, നല്ല എന്താ പറയുന്നത് സിമ്പിൾ സാരിയാണ്. നിങ്ങളിതിൻ്റെ മുന്താണിയും കൂടെ കൂടി കണ്ടു കഴിയുമ്പോൾ ഇഷ്ടപ്പെടും, ഉറപ്പായിട്ട് ഇഷ്ടപ്പെടും. ലളിതം, സുന്ദരം, മനോഹരം എന്ന് പറയാം കേട്ടോ. സാരി ചെറിയ ഗ്ലോ ഒക്കെ ഉണ്ട്. ചന്ദേരി സിൽക്ക് മെറ്റീരിയലാണ്. ചന്ദേരി സിൽക്കിൻ്റെ, ചന്ദേരി കോട്ടൺ അല്ല. മുന്താണി വന്നിട്ട് ഇങ്ങനെ സിമ്പിൾ സാരി. ബ്ലൗസ് ഇത് പ്ലെയിൻ ചന്ദേരിയുടെ വന്നിട്ടുണ്ട്. ആ ബോർഡർ ബ്ലോക്ക് അയക്കും വരും. സാരി ഇതിൻ്റെ ഇത് തന്നെ പല ഡിസൈൻസ്. ഈ ആ പിങ്കിന്റെ സ്ഥാനത്ത് വേറെ കളർ വരും. ഇത് കണ്ടോ, ഗ്രീൻ, ഒരു സൈസ് ഗ്രീൻ ഷെയ്ഡ് വരും. ചെറിയ ഫംഗ്ഷനുകൾക്കൊക്കെ ഇടാൻ നല്ല സാരിയാണ്. അതായത് തീരെ അങ്ങ് എന്നാ പറയുന്നേ നോർമൽ വേറെങ്കിലും ഇടാം. ചെറിയ ഫംഗ്ഷനുകൾക്കൊക്കെ ഇടുകയും ചെയ്യാം. കാരണം ഒരു സിൽക്ക് അല്ലേ, ചന്ദേരിയുടെ സിൽക്കി മെറ്റീരിയൽ അല്ലേ. ബ്ലൗസ് ഒന്നും ഇല്ല. ഈ ഒരു ബോർഡർ വന്നിട്ട് പ്ലെയിൻ, അതാണ് ബ്ലൗസ്. കണ്ടോ, ഇതാണ് ബ്ലൗസ്. എൻ്റെ അടുത്ത കളറ് മറ്റേ ആദ്യത്തേത് പിങ്ക് ആയിരുന്നു, രണ്ടാമത്തേത് ഗ്രീൻ ആയിരുന്നു. പിസ്ത ഗ്രീൻ്റെ ഒരു ഡാർക്ക്, ഇതിപ്പോൾ പീച്ചിൻ്റെ ഒരു ഷെയ്ഡ്. സെയിം ആണ് സാരി എല്ലാം, വേറെ വ്യത്യാസങ്ങളൊന്നുമില്ല. ബോഡിക്കും മുന്താണിക്കൊക്കെ വരുന്ന കളറിലുള്ള വ്യത്യാസം മാത്രമേ ഉള്ളൂ. കണ്ടോ, അല്ലല്ലേ സിമ്പിൾ സാരിയാണ്. സിമ്പിൾ ബട്ട് എലഗന്റ് എന്ന് പറയുന്ന ഒരു ടൈപ്പ് സാരി. ബ്ലൗസ് ഇത് തന്നെ കേട്ടോ, പ്ലെയിൻ വന്നിട്ട് ഈ ഒരു ബോർഡർ, ഈ ഒരു ബ്ലാക്ക് ബോർഡർ. ഇത്ര എണ്ണം ഉണ്ടോ അത്? 6. ഇത് സെയിം അല്ലേ? ആ, അത് കൂടിപ്പോയല്ലോ. ഒരു യെല്ലോയുടെ ലൈറ്റ് ഷെയ്ഡ്. എല്ലാത്തിൻ്റെയും ബോർഡർ ഏകദേശം സെയിമാണ്. വലിയ വ്യത്യാസമില്ല. ഡിസൈനും സെയിമാണെന്ന് തോന്നുന്നു. ഞാൻ സൂക്ഷിക്കാതെ നോക്കിയാൽ മതി. കലങ്കാരി പ്രിന്റ് പോലത്തെ പ്രിന്റാണ് ബോഡിക്ക് വന്നിരിക്കുന്നത്. എന്താണ് ഇങ്ങനെ ബ്ലൗസ് കാണിക്കണ്ടല്ലോ. ഇത് ഈ പ്ലെയിനും ഇത് കൂടെ കൂടിയിട്ടുള്ള ബ്ലൗസ്. ഒരേ ഒരു സാരി, നമ്മളുടെ അടിപൊളിയായിട്ടുള്ള ഒരു സാരി, ഓർഗൻസ മെറ്റീരിയലിൽ വന്നിട്ട് ഈ ഒരു ബ്ലൗസും കൂടെ കൂട്ടിയുള്ളൊരു സാരി. ഇതിനകത്ത് കാണിക്കാനൊന്നുമില്ല, ഇങ്ങനെ തന്നെയാണ്. ബോഡി ഫുള്ള് ഇങ്ങനെ തന്നെയാണ്. ഈ ഒരു നമ്മുടെ ഇക്കത്തിൻ്റെ അല്ലെങ്കിൽ പോച്ചമ്പള്ളിയുടെ പോലത്തെ ഡിസൈൻ വരുന്ന കോട്ടൺ ബ്ലൗസും കൂടെ കൂടി നല്ല ക്ലാസ് ആയിട്ടുള്ള എന്നാ പറയുന്നത് ഒരു ഡിസൈനർ സാരി മോഡലിൽ നിങ്ങൾക്ക് കൊടുക്കാം. ഫുള്ള് ഇങ്ങനെ തന്നെയാണ്. പിന്നെ ഓർഗൻസിയാണ്, കനം കുറവാണ്. ഇത് കണ്ടോ, ഇതിപ്പോൾ വാങ്ങിച്ചിട്ട് നിങ്ങൾക്ക് വേണമെങ്കിൽ നല്ല ഫ്രോക്കോ ഇത് വെച്ചിട്ട് ടോപ്പോ ഒക്കെ തയ്ക്കാം. പിള്ളേർക്ക് സ്കേർട്ട് ടോപ്പൊക്കെ തയ്ക്കാം, സാരി ആയിട്ട് കൊടുക്കാം, എങ്ങനെ വേണമെങ്കിലും കൊടുക്കാം. അടിപൊളി കോമ്പിനേഷനാണ്. ഇതിൽ കൂടെ കുറേ ഡിസൈൻസ് ഇങ്ങനെ ത്രെഡാണ് പോയിരിക്കുന്നത്, ഇങ്ങനെ പല കളറിലുള്ള ത്രെഡ് പോയിരിക്കുക, ഇങ്ങനെ വീവിങ് ആയിട്ട്. ഇതിങ്ങനെ ഇതിൻ്റെ കുർത്തിയല്ലേ, കുർത്തിയും കൂടെ കാണിക്കാവേ. ഇത് ഇസബല്ലയുടെ ആകൃതി ബൈ ഇസബല്ല കുർത്തിയാണ്. ഞാൻ കഴിഞ്ഞ ദിവസം കാണിച്ചിരുന്നു. കുർത്തീസിൻ്റെ അതിന് മുന്നേ ഞാനൊരു കാര്യം ഞാൻ എപ്പോഴും പറയുകയാണ്, മാർക്കറ്റിൽ പല വിലയ്ക്കുള്ള കുർത്തികൾ നിങ്ങൾ കാണും, ഒരേ മോഡൽ കുർത്തികൾ കാണും. ഇപ്പോൾ ജോർജറ്റിൽ തന്നെ ചേർത്ത കുർത്തികൾ കാണും, അതിനകത്ത് പല റേറ്റിലുള്ളത് കാണും. റേറ്റ് കുറയുമ്പോൾ ഉറപ്പായിട്ടും ജോർജറ്റ് തന്നെ പല ക്വാളിറ്റിയിൽ ഇറങ്ങുന്നുണ്ട്, ബീഡ്സ് തന്നെ പല ക്വാളിറ്റിയിൽ ഇറങ്ങുന്നുണ്ട്. ബീഡ്സ് പിടിപ്പിക്കുന്ന രീതി, അതായത് ഒരു നൂല് വലിച്ചു കഴിഞ്ഞാൽ മൊത്തം ബീഡ്സും പറഞ്ഞു പോകുന്ന രീതിക്ക് പിടിപ്പിക്കുന്ന ബീഡ്സ് ഉണ്ട്. പിന്നെ ലൈനിങ്ങിൻ്റെ ക്വാളിറ്റി ഉണ്ട്. ഇങ്ങനെയുള്ള പല ഘടകങ്ങൾ വ്യത്യാസപ്പെടും. ഞാൻ പറഞ്ഞിട്ട് ഏറ്റവും വില കുറച്ച് തരുമ്പോൾ ഉറപ്പായിട്ടും അതിനകത്ത് ക്വാളിറ്റിയിൽ വ്യത്യാസം ഉണ്ടാകും. അല്ലാതെ ആരും വെറുതെ ആർക്കും ഒന്നും തരത്തില്ല. നമ്മൾക്ക് ഒരു സാധനത്തിന് റേറ്റ് കൂടുന്നുണ്ടെങ്കിൽ അതിൻ്റെ ക്വാളിറ്റി, അതിൻ്റെ സ്റ്റിച്ചിങ്, അതിൻ്റെ പെർഫെക്ഷൻ എല്ലാം വ്യത്യാസം കാണും. അത് മനസ്സിലാക്കിയിട്ടുള്ളവർ വാങ്ങിക്കുക, അല്ലാത്തവർ വാങ്ങിക്കരുത്. ഞാൻ പറയുന്നത് ഞങ്ങളുടെ ഈ ഓൺ കുർത്തിക്ക് ഇച്ചിരി റേറ്റ് കൂടുതൽ തോന്നിക്കും, പക്ഷെ അത് ഒറ്റ പ്രാവശ്യം ഇട്ടാൽ പിന്നെ നിങ്ങളത് തന്നെ വാങ്ങിക്കുള്ളൂ എന്ന് എനിക്ക് നല്ല ഉറപ്പാണ്. അത്രയ്ക്ക് ക്വാളിറ്റിയോട് കൂടിയാണ് ചെയ്തിരിക്കുന്നത്. ഇതൊരു സിൽക്കി മെറ്റീരിയലാണ്. കണ്ടോ, ഒരു നെക്ക് കണ്ടോ,
കയ്യിലിങ്ങനെ, കയ്യിൽ ലൈനിങ് ഇല്ല, ബോഡിക്ക് ലൈനിങ് ഉണ്ട്, നല്ല ക്രീപ്പിൻ്റെ ലൈനിങ് ഉണ്ട്, താഴെ വരെ ലൈനിങ് ചെയ്തിട്ടുണ്ട്. ഇത് പിസ്ത ഗ്രീൻ ഷെയ്ഡ്, നല്ല പ്രിന്റഡ് ഷോൾ. ഇപ്പം നിങ്ങളുടെ കയ്യിൽ മൊഡാളിൻ്റെ ഒക്കെ കഴിഞ്ഞ ദിവസം നമ്മളൊക്കെ കൊടുത്ത മൊഡാളിൻ്റെ ഷോളുണ്ട്, പിന്നെ പാകിസ്ഥാനി ഷോളുണ്ട്. അങ്ങനത്തെ ഷോളുകൾക്കൊക്കെ നല്ല ആപ്റ്റായിട്ടുള്ള പ്ലെയിൻ മെറ്റീരിയലാണ്. നല്ല, അതായത് ഒരു സിൽക്കി മെറ്റീരിയലും കൂടെ ഉണ്ട്. നല്ല പാർട്ടി വെയർ ആയിട്ട് നിങ്ങൾക്ക് ഇടുകയും ചെയ്യാം. ഇതിൻ്റെ 2 ഷെയ്ഡാണുള്ളത്. ഇതിപ്പോൾ പിസ്ത ഗ്രീന്. അടുത്തത് അതാണ് എൻ്റെ നെക്ക് കേട്ടോ, ഒരു ലാവൻഡർ പിങ്ക് കോമ്പിനേഷൻ കൂടി വരുന്ന കളർ. M2XXL ആണ് സൈസ് ഉള്ളത്. മീഡിയം, ലാർജ്, XL, XXL. ആവശ്യത്തിന് ലെങ്ത് 46-47 ഇഞ്ച് ലെങ്ത് ഉണ്ട്. സ്ലിറ്റഡ് ആണ്. കയ്യെ ലൈനിങ് ഇല്ല, ബോഡിക്ക് ലൈനിങ് ഉണ്ട്. അതാണ് ഈ കുർത്തി. ഇനി നമ്മുടെ ചുമ്മാ കോട്ടൺ കുർത്തി. പാർട്ടി വെയർ കുർത്തികൾ ഒത്തിരി കാണിക്കാൻ ഇപ്പോഴും കാണിക്കണമെന്നുണ്ട്, കാണിക്കാട്ടോ. ഇത് നമ്മുടെ സിമ്പിൾ കുർത്തി. ഇത് കണ്ടോ, M2XXL ആണ് സൈസ് ഉള്ളത്. M2XXLകാർക്ക് മാത്രമല്ല കുർത്തി, XXL മാത്രം തൊട്ടുള്ള കുർത്തി ഞാൻ കാണിക്കാട്ടോ. അല്ല, ഒരു ദിവസം ഷോപ്പിലേക്ക് വരൂ. പിന്നെ ഇപ്പം വയനാട് നിന്ന് വണ്ടി പിടിച്ച്, തിരുവനന്തപുരത്ത് നിന്ന് വണ്ടി പിടിച്ച് കാഞ്ഞിരപ്പള്ളിക്ക് വരാൻ പോവല്ലേ അല്ലേ. ഞാൻ ഒരു കാര്യം പറയട്ടെ, എന്നോട് ഒത്തിരി പേര് ചോദിച്ചു ഓണം ഫുൾ പർച്ചേസ്. ഒത്തിരി പേര്, രണ്ടമാനല്ല, കുറച്ച് പേരൊക്കെ പറഞ്ഞു കേട്ടോ, ഓണത്തിൻ്റെ ഫുൾ പർച്ചേസ് ഞാൻ വിദ്യയുടെ അടുത്ത് തന്നെ ചെയ്യാം, വീഡിയോ കോൾ വഴി ചെയ്യാം. ഞാൻ വീഡിയോ കോൾ എടുത്ത് തന്നാൽ ചെയ്യാൻ പറ്റുമോ? എനിക്ക് ഭയങ്കര ആഗ്രഹമുണ്ട്. സത്യം ഞാൻ വലിയ പുള്ളിയായതുകൊണ്ട് പറയുന്നതല്ല. എനിക്ക് നിങ്ങളെയും കാണാം, നിങ്ങളെയും പരിചയപ്പെടാം. അങ്ങനെ ഫുൾ സെറ്റ് സാധനങ്ങൾ ഓണത്തിന് നിങ്ങൾക്ക് നമ്മുടെ വേറെ സ്ഥലത്ത്, വീട്ടിൽ ഇരുന്നുകൊണ്ട് വേറെ സ്ഥലത്ത് പോവാം, ഈ കാഞ്ഞിരപ്പള്ളി വരെ യാത്ര ചെയ്ത് വരാതെ പർച്ചേസ് ചെയ്യാം. പിള്ളേരുടേതാണെങ്കിലും ജെൻസിൻ്റെതാണെങ്കിലും. എങ്ങനെയാ, നിങ്ങൾ ഗിഫ്റ്റൊക്കെ കൊടുക്കുമല്ലോ, എല്ലാവരും ഗിഫ്റ്റൊക്കെ കൊടുക്കുമല്ലോ, വീട്ടിലുള്ള അമ്മമാർക്കും പാരൻസിനൊക്കെ. അങ്ങനെയുള്ള എല്ലാം സെലക്ട് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട്. വിളിച്ച് ആ നമ്പറിൽ കോൺടാക്ട് ചെയ്താൽ മതി, നിങ്ങൾ വാട്സപ്പ് ബുക്ക് ചെയ്യുന്ന നമ്പറിൽ. ഇത് ഓണത്തിനിടയിൽ പൂട്ടുകച്ചവടം അല്ലേ ഞാനിപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്ന. ഇത് പൂട്ടുകച്ചവടം നിർത്തിയിട്ട് നമുക്ക് കുർത്തി കച്ചവടം നടത്താം. ഇത് എന്താ പറയുന്നത്, കോട്ടൺ കുർത്തിയാണ്, ലൈനിങ് ഉണ്ട്, നെക്ക് വന്നിട്ടുണ്ട്, നല്ല അടിപൊളി നെക്കാണ്. M2XXL ആണ് സൈസ്. കയ്യെ ലൈനിങ് ഇല്ല, ഒരു 46-47 ഇഞ്ച് ലെങ്ത് ഉണ്ട്. ഇത് സിമ്പിൾ കുർത്തി, ഡെയിലി വെയറിനുള്ള കുർത്തി കേട്ടോ, റേറ്റ് കുറവുള്ള കുർത്തി. ഇതൊരു പോച്ചമ്പള്ളിയുടെ പോലത്തെ ഡിസൈൻ വരുന്ന കുർത്തി. നെക്ക് വരുമ്പോൾ ഇങ്ങനെ വരും. M2XXL ആണ് സൈസ്. നെക്ക് വന്നിട്ട് ഇങ്ങനെ, ബോഡിക്ക് ലൈനിങ് ഉണ്ട്, കൈക്ക് ലൈനിങ് ഇല്ല. സ്ലിറ്റഡ് ആണ് ഞാൻ കാണിക്കുന്ന എല്ലാം. സ്ലിറ്റഡ് ആണ്, എടുത്ത് പറയാം. സ്ലിറ്റഡ് അല്ലാത്തത് വരുമ്പോൾ എടുത്ത് പറയാം. സ്ലിറ്റഡ് അല്ലാത്തത് ഇല്ലെന്ന് തോന്നുന്നു എടുത്ത് വെച്ചേക്കുന്നത്. അതിൻ്റെ തന്നെ വേറൊരു കളറ്, ഡെയിലി യൂസിന് പറ്റുന്ന കുർത്തി, ഡെയിലി പോകുമ്പോൾ ഇടാൻ പറ്റുന്ന കുർത്തി. ഇവിടെ ഇങ്ങനെ ഒരു നെക്കാണ്, എന്നിട്ട് ഇവിടെ പോട്ട്ലി ബട്ടൺ ചെയ്തിട്ടുണ്ട്. കണ്ടോ, അടുത്തത് ഈ ഒരു കുർത്തി. ഇങ്ങനെ യോക്ക് പാർട്ടിൽ ഇത് ചെയ്തിട്ടുണ്ട്, വർക്ക് ചെയ്തിട്ടുണ്ട്. വർക്ക് ചെയ്തേക്കുന്നല്ല, അങ്ങനെ ഒരു മെറ്റീരിയലാണ്. ഇത് കണ്ടോ, ഫുള്ളൊന്ന് കാണിക്കുന്ന താഴത്തെ വർക്ക്. താഴെ ഇങ്ങനെ എംബ്രോയ്ഡറി വർക്കാണ് ഫുള്ള്. ഇപ്പോൾ പർപ്പിൾ, ഡാർക്ക് പർപ്പിൾ ഷെയ്ഡ് ഇങ്ങനെ വരും കുർത്തി. ഇത് ബോഡിക്ക് ലൈനിങ് ഉണ്ട്, കയ്യെ ലൈനിങ് ഇല്ല. നല്ല കുർത്തി, ഞങ്ങൾക്ക് ഒത്തിരി സെയിലുള്ള ഒരു കുർത്തിയാണ് ഇത്. സിമ്പിളായിട്ട് ഇടാൻ പറ്റുന്നതാണ്, പക്ഷെ ഒരു വൃത്തിയുള്ള സംഭവം. നല്ലൊരു എന്നാ പറയുന്നത്, ഫങ്ഷന് വേണമെങ്കിലും ഇടാം. ഇത് മുഴുവൻ എംബ്രോയ്ഡറി വർക്കാണ്, എംബ്രോയ്ഡറിയുടെ വർക്കാണ്, അല്ലാതെ ബീഡ്സോ പ്രിൻറ്റോ അങ്ങനത്തെ സംഭവങ്ങളൊന്നുമല്ല. ലൈനിങ്ങും ഉണ്ട് കേട്ടോ. 46-47 ഇഞ്ച് ലെങ്ത് ഉണ്ട്. ഇത് എലൈൻ കുർത്തിയാണേ, സ്ലിറ്റഡ് അല്ല, എലൈനാണ്. ഫ്രണ്ടിൽ ഇങ്ങനെ ഒരു പോർഷൻ, ഒരു പാച്ച് പോലെ ചെയ്തിട്ടുണ്ട്. താഴേക്ക് സ്ട്രെയിറ്റ് സ്ട്രൈപ്പ് പോലെ. സൈഡിൽ അജ്രക്കിൻ്റെ കാന്താ കോട്ടൻ്റെ മെറ്റീരിയൽ, അജ്രക്കാണ്, കാന്താ കോട്ടൺ ആണ്, അങ്ങനത്തെ ഒരു മെറ്റീരിയൽ ചെയ്തിരിക്കുന്നു. നല്ല കുർത്തിയാണ്, ഇടാനും നല്ല ഇതാണ്, ഡെയിലി ഇടാനൊരു ഭംഗിയൊക്കെ ഉണ്ട്. കഴുത്തിങ്ങനെ കയ്യിലിങ്ങനെ പിടിപ്പിച്ചിട്ടുണ്ട്. ബോഡിക്ക് ലൈനിങ് ഉണ്ട്, കൈക്ക് ലൈനിങ് ഇല്ല. പിന്നെ സ്ലിറ്റഡ് അല്ല. M2XXL എല്ലാം M2XXL ആട്ടോ. അടുത്തത് ഇത് കാന്താക്കോട്ടൻ തീർത്ത ഒരെണ്ണം. ഇത് ഞാൻ കാണിക്കുന്ന ചെറിയ സൈസൊക്കെ ആയിരിക്കും, അതുകൊണ്ടായിരിക്കും പലതും പല സൈസിലുള്ളതാണ് കാണിക്കുന്നത് കേട്ടോ. ഏതെങ്കിലുമൊക്കെ നല്ലൊരു കളറ്, നല്ലൊരു ഷേപ്പ്, കാന്താക്കോട്ടൻ്റെ മെറ്റീരിയൽ, ഒരു യെല്ലോയും കോഫി ബ്രൗണും കൂടി മിക്സ് ആയിട്ടുള്ള ഒരു കളറ്. ഇവിടെ ഇങ്ങനെ ഒരു പോട്ട്ലി ബട്ടണൊക്കെ ചെയ്ത് കൈ ഇങ്ങനെ ചെയ്തിട്ടുണ്ട്. കയ്യെ ലൈനിങ് ഇല്ല, ബോഡിക്ക് ലൈനിങ് ഉണ്ട്, സ്ലിറ്റഡ് ആണ്.
അത്രേ ഉള്ളൂ. പിന്നെന്താ, എല്ലാവരും വിലപ്പെട്ട കമൻറ്റുകളൊക്കെ അയക്കണം. കമൻറ്റിൻ്റെ ഇന്നും പറയാൻ പറ്റിയില്ല, ക്ഷമിക്കണം. സത്യം പറഞ്ഞാൽ ഒരു സെലക്ട് ചെയ്യാൻ പറ്റിയ നല്ല 2-3 കമൻറ്റ് കിട്ടിയില്ല എന്ന് പറയും. കുറേ കമൻറ്റുകളുണ്ട്, ഓൾ ദി ബെസ്റ്റ്, എന്നാ അടിപൊളി, എന്നാലും ഉണ്ട് കേട്ടോ. എന്നാലും ആ ഗിഫ്റ്റ് എന്ന് പറഞ്ഞ സാധനമുണ്ട്. ഒന്ന് ക്ഷമിക്കണം കേട്ടോ, മറന്നു പോയിട്ടല്ല കേട്ടോ. അത് ഞാൻ അടുത്ത ദിവസം, കഴിഞ്ഞ ദിവസമേ കമൻറ്റിന് ഗിഫ്റ്റ് അടിച്ച ആളെ ഞാൻ പറയട്ടെ, മിക്കി ഹാരിസ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരാളായിരുന്നേ. അപ്പോൾ നിങ്ങളിപ്പോൾ ഓർക്കുന്നുണ്ടോ എന്ന് അറിയത്തില്ല. ഞാൻ അതിന് ലോട്ട് എടുക്കുന്നതിന് തൊട്ട് മുന്നേ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു, എൻ്റെ അപ്പാ പിതാവേ ഇത് അർഹതപ്പെട്ട ആൾക്ക് തന്നെ കിട്ടണേ എന്ന് പറഞ്ഞിട്ടാണ് എടുത്തത്. എന്നിട്ട് ഇത് പറഞ്ഞ ആൾ അനൗൺസ് ചെയ്തിട്ട് ഇത് 2-3 ദിവസമായിട്ടും കോൺടാക്ട് ചെയ്യുന്നില്ല. അപ്പോൾ ഞാൻ ഓർത്തു, ഞാൻ അങ്ങനെ പ്രാർത്ഥിച്ചിട്ടാണല്ലോ എടുത്തത്. എന്നിട്ട് ഇത് വീഡിയോ പോലും കാണുന്നില്ലാത്ത ഒരാൾക്കാണല്ലോ അടിച്ച്, അല്ലാതെ വീഡിയോ സ്ഥിരം കാണുന്ന എന്തോരം പേരുണ്ടായിരുന്നു, അവർക്കത് കിട്ടിയില്ലല്ലോ. എനിക്കൊരു ചെറിയൊരു സങ്കടം തോന്നി. അത് കഴിഞ്ഞ് 4 ദിവസം 5 ദിവസം കണ്ട് കഴിഞ്ഞപ്പോൾ ഇസബെല്ലയുടെ ഏറ്റവും എന്നെ അതുപോലെ സ്നേഹിക്കുന്ന വിദ്യ മാഡം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇങ്ങനെ ചാകുന്ന പോലെ സ്നേഹിക്കുന്ന അതുപോലെയുള്ള ഒരാള്, ഇസബെല്ല വിദ്യ മാഡം. ഞങ്ങൾ തമ്മിൽ കണ്ടിട്ടൊന്നുമില്ല, ഫോണിൽ സംസാരിച്ചിട്ടില്ല, വാട്സപ്പ് വോയിസ് മെസ്സേജ് മാത്രമേ ചെയ്തിട്ടുള്ളൂ. അങ്ങനെയുള്ള ഒരാളാണ്. മഞ്ജു എന്നാണ് പേര്. പുള്ളിക്കാരത്തിക്കാണ് അത് അടിച്ചത്. പുള്ളിക്കാരത്തിൻ്റെ ബ്രദർ മരിച്ചു പോയായിരുന്നു. അപ്പോൾ ആ ദിവസങ്ങളിൽ വീഡിയോ കാണുന്നില്ലായിരുന്നു. അപ്പം ബ്രദർ മരിച്ച അന്ന് രാത്രിക്ക് എനിക്ക് വോയിസ് ഒക്കെ ഇട്ടു, എൻ്റെ ബ്രദർ മരിച്ചു പോയെന്ന് പറഞ്ഞ് കരഞ്ഞുകൊണ്ട് എനിക്ക് വോയിസ് ഒക്കെ ഇട്ടതാണ്. അപ്പം ഈ ആളാണ് മിക്കി ഹാരിസ് എന്ന് ഞാൻ ഒരിക്കലും ഓർക്കുന്നില്ലല്ലോ. അപ്പം ഞാൻ എന്നിട്ട് കിട്ടിയില്ലല്ലോ, കറക്റ്റ് ഞാൻ പ്രാർത്ഥിച്ചിട്ടിട്ട് പോലും. പക്ഷെ ഏറ്റവും അർഹതപ്പെട്ട ആൾക്ക് തന്നെ ദൈവം കൊടുത്തത്. അതെനിക്ക് തമ്പുരാൻ എന്തുമാത്രം എൻ്റെ വിളികളും പ്രാർത്ഥനകളും കേൾക്കുന്നുണ്ടെന്നുള്ളത് എനിക്ക് വെളിവായി തന്ന ഒരു അനുഭവമാണത്. അപ്പോൾ ഇനി അടുത്തതിലോട്ടിടാം, അടുത്ത ദിവസം വീഡിയോ തന്നെ ഇടാം കേട്ടോ. മറന്നു പോകുന്നതാണ്, ഇവിടെ വന്ന് പെട്ടെന്ന് ഓടി വന്ന് വീഡിയോ എടുക്കാമെന്ന് വന്ന് നിൽക്കും. അത് വീഡിയോ എടുത്തുകൊണ്ട് നിൽക്കുമ്പോഴേക്കും ഈ കാര്യം ഓർക്കുന്നത്. അപ്പോൾ വീണ്ടും പുതിയൊരു വീഡിയോ ആയിട്ട് അടുത്ത ദിവസം കാണാം. താങ്ക് യു.